അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ ബോർഡ് മാനുഫാക്ചർ ചെയ്യുമ്പോഴത്തേനും ഇതിലേക്കുള്ള പ്രോഗ്രാംസ് നമ്മൾ ബേൺ ചെയ്യുന്നത് ഈ മെയിൻ IC-യിലേക്കൊക്കെ ഈ പ്രോമിലൊക്കെയൊക്കെ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് ഈ കണക്ടർ വഴിയാണ്. ഓക്കെ, അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് സാധാരണയായിട്ട് ഇതിൽ നിന്ന് കണക്ഷനൊന്നും എടുക്കാറില്ല. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇതേ ബോർഡുകൾ തന്നെ പല ടൈപ്പ് AC-കൾ ഉപയോഗിക്കാം. അപ്പോൾ അതിൽ വൈഫൈ ഉള്ള മോഡൽസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കണക്ഷനാണ്. അപ്പോൾ അതിനുവേണ്ടി വൈഫൈയുടെ ഒരു മൊഡ്യൂളും കൂടെ ഉണ്ടാവും, പക്ഷേ ഇതിനതില്ല. അപ്പോൾ ഈ ഭാഗം നമ്മൾ ഈ ബോർഡിൽ യൂസ് ചെയ്യുന്നില്ലായിരുന്നു. ഇതിൽ യൂസ് ചെയ്യുന്ന കണക്ഷൻസ് പറഞ്ഞുതരാം. അപ്പോൾ ഈ കാണുന്നത് CN-TH3 എന്ന് കൊടുത്തിട്ടുണ്ട്. TH3 എന്ന് പറഞ്ഞാൽ അത് തെർമിസ്റ്റർ എന്നാണ് ഇവർ അർത്ഥമാക്കുന്നത്. തെർമിസ്റ്റർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ സെൻസ് ചെയ്യാനുള്ള ആ സെൻസറിനെയാണ് തെർമിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് ടെമ്പറേച്ചറിനനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ആ സെൻസറിൻ്റെ റെസിസ്റ്റൻസ് കുറയുകയും ടെമ്പറേച്ചർ കുറയുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് കൂടുകയും ചെയ്യും. അതുപോലെ എല്ലാ സ്പ്ലിറ്റ് AC-യിലും ഇതുപോലെ 2 സെൻസറുകൾ കാണും, ടെമ്പറേച്ചർ സെൻസറുകൾ കാണും. ഒന്ന് പൈപ്പ് തെർമിസ്റ്ററും മറ്റേത് റൂം ടെമ്പറേച്ചർ തെർമിസ്റ്ററും. അതായത് ഒരു തെർമിസ്റ്റർ റൂമിൽ നിന്ന് റിട്ടേൺ വരുന്ന ആ എയറിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യും, മറ്റേ തെർമിസ്റ്റർ ആ ഇവാപറേറ്റർ കോയിലിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യും. ഓക്കെ, ഡിസ്പ്ലേക്കുള്ള 2 കണക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ മാത്രമായിരുന്നു കണക്ഷൻ ഉണ്ടായിരുന്നത്, ഇത് വേക്കൻ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെയായിരുന്നു നമ്മൾ ഡിസ്പ്ലേയും അതുപോലെ തന്നെ റിമോട്ടിൻ്റെ റിസീവറും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ സാധാരണയായിട്ട് എല്ലാ ഡിസ്പ്ലേയുടെ കൂടെയാണ് എൻ്റെ റിമോട്ടിൻ്റെ റിസീവർ വരുന്നത്, അത് കണക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഓക്കെ, ഇനി ഇവിടെ CN12 വോൾട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. CN12 വോൾട്ട് ഇതെന്ന് പറഞ്ഞാൽ ചില LG-യുടെ മോഡലിൽ ഈ പ്ലാസ്മ അയണൈസർ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട്. അതായത് ഈ നമ്മുടെ എയറിൽ കൂടെ പകരുന്ന സൂക്ഷ്മജീവികളെയൊക്കെ നശിപ്പിക്കുന്ന ഒരു അയണൈസറാണ്. അയണൈസർ എന്ന് പറഞ്ഞാൽ ഈ ഹൈ വോൾട്ടേജ് വെച്ചിട്ട് എയറിലെ ഈ കീടാണുക്കളെയൊക്കെ നശിപ്പിക്കുന്ന ഒരു കമ്പോണൻ്റാണ്. അതിൻ്റെ പേരാണ് പ്ലാസ്മ അയണൈസർ. അപ്പോൾ അത് ചില മോഡലിലൊക്കെ ഉള്ളൂ. അപ്പം ഇതുപോലത്തെ ബോർഡിലും നമുക്ക് വേണേൽ അതിനുവേണ്ടി ഉപയോഗിക്കാം. അപ്പം പ്ലാസ്മ അയണൈസറിനുള്ള കണക്ഷനാണ് ഈ CN12 വോൾട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഈ മോഡലിന് അതില്ല. പിന്നെയുള്ളത് ഇത് 1.5 ടണ്ണിൻ്റെ ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് 2 സ്വീപ്പ് മോട്ടറുണ്ട്. സ്വീപ്പ് മോട്ടർ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ഈ സ്പ്ലിറ്റ് AC-യുടെ അടിഭാഗത്ത് മൂവ് ചെയ്യുന്ന ഡാമ്പറിനെയാണ് എയർ സ്വീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മൂവ് ചെയ്യിക്കാൻ വേണ്ടി 2 മോട്ടറുകളാണ്. ഈ 2 മോട്ടറും സ്റ്റെപ്പർ മോട്ടറുകളാണ്. അപ്പോൾ ഈ സ്റ്റെപ്പർ മോട്ടർ എന്ന് പറയുന്നത് സാധാരണ DC മോട്ടർ പോലല്ല. അതെന്ന് പറഞ്ഞാൽ ഒരു മൈക്രോ കൺട്രോളർ, ഒരു IC വെച്ചിട്ട് മാത്രമേ നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം അത് കണക്ട് ചെയ്യാനുള്ള 2 കണക്ഷൻസ് ആണ്. ഇത് കണ്ടോ, CN-LR, CN-UD, ഈ 2 സ്റ്റെപ്പർ മോട്ടർ വർക്ക് ചെയ്യാനുള്ള കണക്ഷൻസ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ തന്നെ ഇതാണ് അതിൻ്റെ മെയിൻ IC എന്ന് പറയുന്നത്. പ്രോഗ്രാംസും എല്ലാം ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ മെയിൻ IC-യിലാണ്. ഇനി അതിൻ്റെ അകത്ത് വളരെ ചെറിയ കമ്പോണൻസ് കാണാം. ഇതുണ്ടോ, ഇങ്ങനെയുള്ള ചെറിയ കമ്പോണൻസ് കാണാം. ഇതിനെ നമ്മൾ SMD കമ്പോണൻസ് എന്നാണ് പറയുന്നത്. SMD എന്ന് പറഞ്ഞാൽ സർഫസ് മൗണ്ടഡ് ഡിവൈസുകൾ. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ റെസിസ്റ്ററൊക്കെ കണ്ടായിരുന്നത് കണ്ടോ, ഇതൊക്കെ റെസിസ്റ്ററാണ്. പക്ഷേ ഇതുപോലെ ചെറിയ ഇലക്ട്രോണിക്സ് ബോർഡുകൾ വരുമ്പോൾ അതിൽ ഇതുപോലെ ചെറിയ SMD റെസിസ്റ്ററുകളാണ് കാണുന്നത്. ഇത് കണ്ടോ, ഇതെല്ലാം റെസിസ്റ്ററുകളാണ്. ഇതിൻ്റെ വാല്യൂ നമുക്ക് ഈ നമ്പർ വെച്ചിട്ടാണ് അതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം റെസിസ്റ്ററുകളാണ്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു ക്രീം കളറിൽ ഉള്ള ഒരു ചെറിയൊരു കമ്പോണൻറ്റ് കാണാം. ഇത് കപ്പാസിറ്ററാണ്. ഓക്കെ, ചാർജ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമ്പോണൻ്റാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഇതുപോലത്തെ ബോർഡുകളിൽ കംപ്ലൈൻറ്റ് വരുമ്പോൾ മിക്കവാറും ഈ കപ്പാസിറ്റർ ഷോർട്ട് ആയിരിക്കും. അപ്പം നമ്മൾ മൾട്ടിമീറ്റർ വെച്ചിട്ട് ഇതിൻ്റെ കണ്ടിന്യൂറ്റി നോക്കുക. സാധാരണ അവസ്ഥയിൽ ഇത് നല്ലതാണെങ്കിൽ കണ്ടിന്യൂറ്റി കാണിക്കത്തില്ല. പക്ഷേ ഇത് അഴുക്കാണെങ്കിൽ ഇത് ഷോർട്ടായിരിക്കും, അപ്പോൾ അത് കണ്ടിന്യൂറ്റി കാണിക്കും. അപ്പോൾ ഈ കപ്പാസിറ്റർ നമ്മൾ മാറിയാൽ മതി. പക്ഷെ മാറുമ്പോൾ അതിൻ്റെ സെയിം വാല്യൂ ഉള്ള കപ്പാസിറ്റർ തന്നെ വേണം നമ്മൾ റീപ്ലേസ് ചെയ്യാൻ. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ മറ്റ് പല ചെറിയ കമ്പോണൻസും കാണുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നത് ചെറിയൊരു ട്രാൻസിസ്റ്ററാണ്. ഇത് കണ്ടോ, ഇതൊരു ചെറിയ ട്രാൻസിസ്റ്ററാണ്. അതുപോലെ തന്നെ ഇതും ഒരു ചെറിയ ട്രാൻസിസ്റ്ററാണ്. ഇതിന് 3 ലെഗുകളാണ് ഉള്ളത്. എമിറ്റർ, ബേസ്, കണക്ടർ എന്നിങ്ങനെ 3 ലെഗുകളാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ IC-കളിൽ നിന്ന് വരുന്ന വളരെ ചെറിയ വോൾട്ടേജിനെ ആംപ്ലിഫൈ ചെയ്ത് ഇതുപോലെയുള്ള റിലേകളും മറ്റും ഓപ്പറേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസിസ്റ്ററുകൾ ഇങ്ങനെ പലതരത്തിലുള്ള പല സ്ഥലങ്ങളിൽ കാണാൻ പറ്റും.
അതുപോലെ ഈ കാണുന്നതൊക്കെ ഇതുപോലെയുള്ള ട്രാൻസിസ്റ്ററുകളാണ്. ഈ കാണുന്ന ട്രാൻസിസ്റ്ററാണ്. ഇത് ചെറിയ കപ്പാസിറ്ററാണ്. അതുപോലെ ഇത് ഡയോഡാണ് കേട്ടോ. 2 പോയിൻ്റേ ഉള്ളെങ്കിൽ അത് ഒരു ഡയോഡാണ്. പിന്നെ ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഡ്രൈവർ ഐസികളാണ്. ഇത് കണ്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മൾ ഈ എയർ സ്വീപ്പ് ഫംഗ്ഷൻ നടക്കുന്നത് സ്റ്റെപ്പർ മോട്ടറുകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ ഐ സിക്ക് തന്നെ ഈ സ്റ്റെപ്പർ മോട്ടറിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഐ സി മറ്റൊരു ഡ്രൈവർ ഐ സി വഴിയാണ് ഈ ഇതുപോലെയുള്ള സ്റ്റെപ്പർ മോട്ടറുകളെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഈ സ്റ്റെപ്പർ മോട്ടറിനുള്ള ഡ്രൈവർ ഐ സി ആണ് ഇത്. അപ്പോൾ ഞാൻ ആ സർക്യൂട്ടിൽ അത് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഈ മൈക്രോ കൺട്രോളറാണ് ഈ സ്വീപ്പ് മോട്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഡ്രൈവർ ഐ സികളാണ് ഇത്. ഓക്കെ, അപ്പോൾ ഈ കാണുന്നത് അതിൻ്റെ ഡ്രൈവർ ഐ സികളാണ്. അപ്പോൾ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു ഇവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. ആ ഡിസ്പ്ലേയിൽ ഒരു 7 സെഗ്മെൻറ്റ് മൊഡ്യൂളുണ്ട്. അതാണ് ഈ നമ്പറുകളും അക്ഷരങ്ങളും ഒക്കെ എഴുതി കാണിക്കുന്നത്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റൊരു ഡ്രൈവർ ഐ സി ഉണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ ഡ്രൈവർ ഐ സി ആണ്. ഓക്കെ, പിന്നെ മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത്, ഇതിൽ ഈ ബോർഡിലേക്ക് വരുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ഈ 2 പ്രധാനമായിട്ടുള്ള ഇൻപുട്ടുകളാണ്. അതിലൊന്ന് റൂം ടെമ്പറേച്ചർ സെൻസർ, അതായത് റൂമിലെ ടെമ്പറേച്ചർ അളക്കാനുള്ള സെൻസർ. മറ്റേന്ന് പറയുന്നത് കോയിൽ ടെമ്പറേച്ചർ സെൻസർ. അപ്പോൾ ഈ 2 തെർമിസ്ട്രിയിൽ നിന്നുള്ള ഇൻപുട്ട് അനുസരിച്ചാണ് ഔട്ട്ഡോർ യൂണിറ്റിലേക്ക് ഈ കമ്മ്യൂണിക്കേഷൻ ലൈൻ വഴി സിഗ്നലുകൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിലേക്കുള്ള മെയിൻ ഇൻപുട്ട്. അതനുസരിച്ചാണ് ഈ ഔട്ട്ഡോറിലേക്കുള്ള മൊത്തം ഫംഗ്ഷനുകൾ പോകുന്നത്. പിന്നെ മറ്റൊരു കാര്യം പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കണക്ഷൻ വിട്ടുപോയായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഫാനിലേക്കുള്ള കണക്ഷനാണ്. ഇത് കണ്ടോ. അപ്പം അത് ഈ ഐ സിയിൽ നിന്നുള്ള ചെറിയ സിഗ്നലുകളെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഇവിടെ 2 ട്രാൻസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ബോർഡിൻ്റെ അകത്ത് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പം സാധാരണ എല്ലാ ബോർഡുകളും ഏകദേശം ഒരുപോലെ ആയിരിക്കും. ഇതിൻ്റെ അകത്ത് ഈ പവർ സപ്ലൈയുടെ സെക്ഷനൊക്കെ ഏകദേശം എല്ലാത്തിലും സെയിം ആയിരിക്കും. ഒത്തിരി വ്യത്യാസമൊന്നും വരാറില്ല. ഇനി നോൺ ഇൻവേർട്ടർ എ സി വരുമ്പോഴത്തേനും അതിൽ ഈ സിഗ്നൽ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ലൈൻ കാണത്തില്ല. കാരണം ഈ ഔട്ട്ഡോറിലേക്ക് റിലേയിൽ നിന്ന് പോകുന്ന ഫേസ് തന്നെയാണ് അതിൽ സിഗ്നലായിട്ട് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇതിൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ മറ്റൊരു ലൈനുണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു ലൈനുണ്ട്. ഇതാണ് നമ്മൾ ഔട്ട്ഡോർ യൂണിറ്റിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക. അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാനത് പറഞ്ഞു തരാം. അപ്പോൾ ഇനി കൂടുതൽ വീഡിയോസ് വരുന്നുണ്ട്. ഇനി ഒരു ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ബോർഡും കൂടെ ഇതുപോലെ ഒന്ന് എനിക്കറിയാവുന്ന പോലെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ ഒന്ന് കമൻറ്റുകളിലൊന്ന് അറിയിക്കുക. കൂടാതെ അപ്പം ഈ റെഫ്രിജറേഷൻ എയർ കണ്ടീഷൻ ഫീൽഡിനെ പറ്റിയുള്ള പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. RAC ടെക് എന്നാണ് ഈ ചാനലിൻ്റെ പേര്. കൂടാതെ ഇതിൽ വരുന്ന എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.